ആരാധികർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അവരിഷ്ടപ്പെടുന്ന അവർ ആരാധിക്കുന്ന ഒരാളെ അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ മമ്മൂട്ടിയെ തൊട്ടും തലോടിയും ഒക്കെ നിന്ന് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ നിഖിലയ്ക്ക് കൃത്യമായിട്ട് കഴിഞ്ഞു. പ്രീസ്റ്റ് എന്ന സിനിമയുടെ ഒരു പ്രൊമോഷൻ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അതിനെ ഭയങ്കര രസമാണ്. ഇവര് മമ്മൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിഖില ആ ഒരു ഭയങ്കരമായിട്ട് കണ്ണെടുക്കാതെ നോക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇതാ 2 ദിവസം മുമ്പാണ് ഒരു വീഡിയോ ഞാൻ കാണുന്നത്. ഒരു തമിഴ് ചാനലിന്റെ ഒരു പ്രോഗ്രാമാണ്. നമുക്ക് ഇഷ്ടമുള്ള 2 നടന്മാരെ പേരും ഫോട്ടോയും വെക്കും. എന്നിട്ട് ആരെയാണ് ഇഷ്ടം, അത് ആരാണ് സ്കോർ ചെയ്ത് പോകുന്നത് എന്ന് നോക്കുന്ന ഒരു പരിപാടിയാണ്. നിഖിലയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം സത്യത്തില് തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെയുള്ള നടന്മാരെ പോലും തേച്ചൊട്ടിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പക്ഷേ അതൊരു വല്ലാത്ത അനുഭവം തന്നെയാണല്ലേ. ഒന്ന് കണ്ടു നോക്കട്ടോ. ரிசார்ட் தட் செக்மெண்ட் இருக்கு மேம். ஸோ இவங்க ஹீரோ ஒரு பெரிய ஆக்ட்ரஸோட நேம்லாம் நான் சொல்லுவேன். இவங்களா அவங்களா அப்படின்னா நீங்க யாரை சொல்லுவீங்க? உங்க ஃபேவரட் அப்படின்னு எடுத்துக்கலாம். ஓகேவா? ஸோ ரஜினி சார் ஒரு கமல் சார்? கமல் சார் ஒரு மம்முட்டி சார்? மம்முட்டி சார் அண்ட் கமல் சார் ரெண்டுமே ஏதாவது ஒண்ணுதான் சொல்லணும். இல்ல அப்படி இல்ல, ரெண்டுமே தான். இல்ல திஸ் ஆர் தட் மேம், அப்பதான் என்னால அடுத்து போக முடியும். ஓகே. ഈ ഒരു വാക്കാണ് എനിക്ക് ശരിക്കും ഈ ഒരു വീഡിയോന്റെ ഇടയിൽ കൂടുതൽ സ്ട്രൈക്ക് ആയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രജനീകാന്തിനെയാണോ കമലഹാസനാണോ ഇഷ്ടം ചോദിച്ചപ്പോ അവർ ഒരു തരത്തിലുള്ള ഒരു ശങ്കയും ഇല്ലാതെ പറഞ്ഞു അത് നമ്മുടെ കമലേട്ടനെയാണെന്നല്ലേ. അത് കഴിഞ്ഞ് അടുത്തത് വരുമ്പോ കമലഹാസനെയാണോ മമ്മൂട്ടിയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ആർക്കും ഒന്ന് വിറയ്ക്കും. അതായത് 2 ലെജൻഡ് ആക്ടർ, രണ്ടാളും ഒന്നിനൊന്ന് മെച്ചം, ആരുടെ പേര് പറയും? പക്ഷെ ഒരു തരത്തിലുള്ള ഒന്നുമില്ല, ഒരു സങ്കോചവും കൂടാതെ അവർ പറഞ്ഞു മമ്മൂട്ടി. ഇനി മമ്മൂട്ടി സ്കോർ ചെയ്യുന്നതൊന്ന് കണ്ടോ, എത്ര നടന്മാരാണ് താഴെ പോണതെന്ന് കണ്ടോക്കെ. मम्मूटी सर और मोहनलाल सर? मम्मुटी सर. मम्मूटी सर और विजय? मम्मुटी सर. मम्मूटी सर और अजित? मम्मुटी सर. मम्मूटी सर और विक्रम? मम्मुटी सर. मम्मूटी सर और सूर्या? मम्मुटी सर. मम्मूटी सर और धनुष? मम्मुटी सर. ஓகே, நான் இனிமேல் என்ன சொன்னாலும் அவர் மம்முட்டி சார் தான் சொல்லுவாங்க போல இருக்கு. சரி, மம்முட்டி சார் और சிம்பு? मम्मुटी सर. मम्मुटी सर और फहद फासिल? मम्मुटी सर. मम्मुटी सर और पृथ्वीराज? சரி, மம்முட்டி சார் और சிவகார்த்திகேயன்? मम्मुटी सर. சோ என்ன ஆனாலும் மம்முட்டி சாரே 100 மார்க்ஸ் பண்ணி வின் பண்றார் அப்படின்னு சொல்லலாமா? ഓക്കെ, മമ്മൂട്ടിയെ കവിച്ച് വെക്കാൻ മറ്റൊരു നടനില്ല എന്നുള്ളത് ആരാധികയുടെ മനസ്സിൽ നിന്ന് വന്നതാണ്. ഇനിയിപ്പോ ഏതൊരാളോട് ചോദിച്ചാലും പെട്ടെന്ന് ഒരു 100 ആളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 75% ആളുകൾ പറയുന്ന ഒരു കാര്യം മമ്മൂട്ടി എന്ന് തന്നെയാകും അല്ലെ. ഇപ്പൊ ഇവർ കാണിച്ച ഫോട്ടോസിൽ എനിക്ക് മമ്മൂട്ടിയോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തോന്നിയത് ആകെ കുറച്ച് ആളാണ്. അത് 1 കമലഹാസൻ തന്നെയാണ്, 2 മോഹൻലാൽ തന്നെയാണ്, 3 ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്നത് ഭയങ്കര ആരെ വെക്കും നമുക്കൊരു ഡൗട്ടാ. കാരണം ധനുഷ് അടിപൊളിയാണ്, സൂര്യ അടിപൊളിയാണ്, അതുപോലെ ഫഹദ് ഫാസിൽ അടിപൊളിയാണ്. ഇവരെ 3 പേരും വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷെ കൂടുതൽ ആളുകൾക്ക് മലയാളി ആയതുകൊണ്ട് ഫഹദ് പേര് വെക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. പക്ഷെ എനിക്ക് സൂര്യ ഒരു ടഫസ്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അല്ലെ. അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അത്യാവശ്യം ടോപ്പായിട്ട് നിൽക്കാം, മമ്മൂട്ടിയുടെ കൂടെ ഒരു ലെവലിലൊക്കെ നിൽക്കാം, ഒരു അടിപൊളിയായിട്ട് നിൽക്കാൻ കഴിയുന്നൊന്നല്ല പറയുന്നത്. അപ്പൊ നിഖില കാലങ്ങളായിട്ട് പറഞ്ഞൊരു കാര്യമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്ക് ഭയങ്കര പ്രണയമാണ് എന്നുള്ളത്. ആ പ്രണയത്തിന്റെ അർത്ഥം വേറൊരു രീതിയിലേക്ക് നിങ്ങൾ മാറ്റരുത്. ഒരാളോട് ആരാധന തോന്നുക എന്നുള്ളത് വേറൊരു കണ്ണിലല്ല കാണേണ്ടത്. ഒരാളെ വിവാഹം കഴിച്ച് കൂടെ നിൽക്കുന്നതിലല്ലല്ലോ പ്രണയം ഇരിക്കുന്നത്. പ്രണയം എന്നുള്ളത് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കൂടിയുള്ളതാണ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയമായിട്ടുള്ള ഒരു നടൻ, ആ നടന്റെ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിയുന്നു, ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നു, അദ്ദേഹത്തെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു വലിയ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന, അത്രയും ജനങ്ങളെ ഇങ്ങനെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചെയ്തൊരു വീഡിയോ, അയൽവക്കത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും ഓടിച്ചത് എന്റെ പൊന്ന എന്നാ ഗ്ലാമറല്ല അവന്റെ മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടുന്ന തുള്ളിച്ചാടം നിങ്ങൾ കണ്ടതല്ലേ. അതാണ് മമ്മൂട്ടിയുടെ പ്രത്യേകത. മമ്മൂട്ടിയോട് താല്പര്യമുള്ള ഇഷ്ടമുള്ള ആളുകളുടെ എണ്ണം അത് ഏത് കാലഘട്ടത്തിലാണ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ പിടിച്ചു നിൽക്കാനും മാത്രം കഴിവുള്ള നടന്മാരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മമ്മൂട്ടി ഓർ ലാലേട്ടൻ എന്ന് തന്നെയാണ് നമ്മൾ പലപ്പോഴും പറയാറ്. മമ്മൂട്ടിയെയും ലാലേട്ടനെയും കൂട്ടിവെക്കുമ്പോൾ മോഹൻലാലിന് പലപ്പോഴും പറ്റുന്ന അബദ്ധങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സിനിമകളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആള് ഒന്ന് ഡൗൺ ആയിപ്പോയി. എന്നിരുന്നാൽ പോലും ഇടയ്ക്കൊരു വലിയ ഹിറ്റൊക്കെ നടത്തും. എന്നാൽ പോലും മമ്മൂട്ടിയെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയാറില്ല. അത് എന്തുകൊണ്ടാ? പുതിയ തലമുറയിലൂടെ പുതിയ രീതികളിലൂടെ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും മുന്നോട്ട് പോകാൻ, എല്ലാ പരീക്ഷണങ്ങളും വിധേയമാകാൻ
എനിക്ക് താല്പര്യമുണ്ട്, ഞാനത് ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു കൊച്ചുകുട്ടിയുടെ, അങ്ങനെ തന്നെ പറയണം, നമുക്കാണ് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുക, കൊച്ചുകുട്ടികൾക്കാണ് കൂടുതൽ അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ അതെന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആക്രാന്തമാണ് മമ്മൂട്ടിയെ ഈ രീതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത് തുടരുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മമ്മൂട്ടി കമ്പനി എന്ന സിനിമ കമ്പനി ഉണ്ടാക്കിയതിനു ശേഷം ചെയ്ത സിനിമകൾ ഒരു പക്ഷേ എല്ലാ സിനിമകളും അടിപൊളിയാണ്, എന്നാൽ അതിലുപരി അദ്ദേഹം ചെയ്ത പ്രൊഡക്ഷൻ കമ്പനി ചെയ്ത സിനിമകൾ ഒന്ന് വീണ്ടും വീണ്ടും മികച്ചതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ സിനിമകൾ അത്യാവശ്യം വരാൻ കിടക്കുന്നുണ്ടല്ലേ. ഒരു കോമഡി ത്രില്ലർ മൂവി വരുന്നുണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ സാധനമായിട്ട് ഗൗതം മേന്റെ ഒരു സിനിമ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ മമ്മൂട്ടിയുടെ വരാൻ കിടക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് റീമേക്കുകളും വരാൻ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് എനിക്ക് മമ്മൂട്ടിയെയാണ് മോഹൻലാലിനെ ഇഷ്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വലിയ ശങ്ക തരുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്നാൽ പോലും ഒരു പൊടിക്ക് മമ്മൂട്ടിയിലേക്ക് ഒരു സ്നേഹം കൂടുതലുണ്ട്. അപ്പോൾ മമ്മൂട്ടി എന്ന് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അദ്ദേഹത്തിനെ നേരിട്ട് കാണാനോ ഒരുമിച്ച് സംസാരിക്കാനൊക്കെ കഴിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വർഗം കിട്ടിയതിന് തുല്യമാവും. ഒരിക്കലും ഞാൻ ഒരു ആൾ ദൈവമായിട്ടൊന്നുമല്ല മമ്മൂട്ടിയെ കാണുന്നത്, എന്തോ ഒരു ഇൻസ്പിറേഷൻ തരാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ട് മാത്രമാണ് കാണുന്നത്. സ്നേഹം ആളുകൾക്ക് എന്നെ സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കാണുന്നത്. പുതിയ തലമുറ കണ്ടുപിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പുത്ര കോടീശ്വരനായിട്ട് പോലും അയാൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതിയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? എന്തും കഴിക്കാൻ കഴിയുന്ന കഴിവുള്ള അത്രയും സമ്പത്തുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ലൈഫ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ, ആരോഗ്യം നിലനിർത്താൻ, മനുഷ്യനായി എന്നും തുടരാൻ വേണ്ടിയിട്ട് അത്തരം ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, അതൊന്നും നമ്മളെ കൊണ്ട് കഴിയൊന്നുമില്ല. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. ഇങ്ങനെ ഡയറ്റ് ചെയ്യാൻ മാത്രം എന്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ? നല്ല പൈസ അല്ലേ, അത് തിന്നൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ, നിങ്ങൾ സ്വയം ഒന്ന് താഴോട്ട് നോക്കിയാൽ നിന്റെ കുംഭവയറ് കാരണം തള്ളവിരൽ പോലും കാണാൻ കഴിയാത്ത രീതിയിലാണുള്ളത്. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന വിഷയമാണ്. ഓക്കെ, നമ്മൾ കാട് കയറുന്നു. ഇവിടെ ഇതാ കൃത്യമായി നിഖില എന്ന് പറയുന്ന ആ ഒരു നടി മമ്മൂട്ടിയാണ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അല്ലേ. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതൊരു സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.